ഹായ് ഹലോ. അപ്പോൾ ഒലിവിയ ഡിസൈനെതിരെ ഇന്നലെ കൂക്കൽ വിളിയും നാടകമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ചെന്ന് ലീഗലായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ എന്തിന് ഒലിവിയക്കെതിരെ ഈ ചെന്ന് കിടന്ന് നാടകം കാണിക്കണം? പോലീസിന് മുമ്പിൽ പോയപ്പോൾ എന്തുകൊണ്ട് വില പോയില്ല? ജില്ലാ കളക്ടർ ഈ പറയുമാതിരി നമ്മുടെ ജോബൊക്കെ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ എല്ലാം നിങ്ങൾ പോയിട്ടും അവരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലീഗലി തൊടാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇറങ്ങുന്ന സ്റ്റാഫുകൾ കംപ്ലൈൻറ്റ് പറയും. എല്ലാ സ്ഥാപനത്തിനും പറയുന്നതാണ്. ഇവിടെ അത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ സിബിക്കെതിരെ കുറേ അലിഗേഷനൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കിയത്തോളം പറഞ്ഞ കാര്യങ്ങൾ വിജയിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഫലപ്രദമായിട്ട് ഇതാകുക, ആ സ്ഥാപനം ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. ഇതിൽ ഒരു കുട്ടിയായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്തിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇവരെ യൂട്യൂബേഴ്സ് വിളിക്കുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, നടക്കട്ടെ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സ്ഥാപനമുണ്ട്. ഒരു മനുഷ്യ അതിനെതിരെ ഇറങ്ങിയിട്ടുണ്ടോ? ഇവർ സ്നേഹം കൊണ്ടാണെങ്കിൽ, ഈ യൂട്യൂബേഴ്സ് ജനസേവനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹിന്ദുസ്ഥാൻ ലിമിറ്റഡിനെതിരെ പോകേണ്ട സമയം കഴിഞ്ഞില്ലേ? അതിക്രമിച്ചിട്ടില്ലേ? എത്രയോ കുട്ടികളെ നിങ്ങളുടെ വീടുകളിലൊക്കെ തേയില അതും ഇതുമൊക്കെ വിൽക്കാൻ വേണ്ടി വിടുന്നു. എത്ര പേർക്ക് ഈ പറയുന്ന 20,000 30,000 ഒക്കെ കിട്ടിയിട്ടുണ്ട്? ഇത് 10-50 കുട്ടികളുടെ കാര്യമാണ്. അവർക്ക് വേണ്ടിയാണ് ഇവർ ജീവൻ കൊടുക്കുമെന്ന് പറയുന്നത്. ഇത് പല യൂട്യൂബേഴ്സും അവരുടെ വീട്ടിൽ പോയി പണം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സിബിയായിട്ട് സംസാരിച്ചിരുന്നു. പണം വാങ്ങിച്ചിട്ടുണ്ട്, അത് അല്ലെങ്കിൽ ഇങ്ങനെ ആക്കും അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞവരെ പേടിപ്പിച്ചിട്ട് ഇവരുടെ വേഷം മാത്രം എടുത്തിടുന്നു. അവർ മന്ദബുദ്ധികളായതുകൊണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്യുമോ, അങ്ങനൊന്നും ചെയ്യാതെ പോയിരിക്കുന്നു. സോ അവരെയൊട്ടൊക്കെ ലീഗലായിട്ട് സിബി ഇത് ചെയ്യുമെന്നാണ് വെച്ചാൽ ഞാൻ സംസാരിച്ചിടത്തോളം സിബി ജെനുവിനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എല്ലാ സ്ഥാപനങ്ങളിലും അതിൻ്റെ പോളിസീസിലുള്ള പോരായ്മകൾ, ഒലിവിയയിലും പോരായ്മകളുണ്ട്, അതിൻ്റെ പോളിസീസിൽ പോരായ്മകളുണ്ട്. പിന്നെ മൊബൈൽ ഫോണിൻ്റെ കാര്യം പലരും പറയുന്നുണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അതൊരു എന്താ പറയുന്നത്, അവർക്ക് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ആ സാധനം അവരുടെ പോളിസി അനുസരിച്ച് ഇത്രയും ഒരു കമ്പനിയിൽ ഈ പറയുമ്പോൾ 400-500 രൂപയ്ക്കും വിൽക്കുന്ന സാധനത്തിന് വേണ്ടി അവരൊരു മൊബൈൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്, അത് നഷ്ടമാണ്. അങ്ങനെയുള്ള സ്ഥാപനത്തിൽ കമ്മീഷൻ ബേസിൽ ഒരു ജോലി കൊടുക്കുക, ആ ജോലിയിൽ നിന്ന് ഒരു എമൗണ്ട് വാങ്ങി ഒരു ഫോൺ വാങ്ങുക. ആ വാങ്ങിയ ഫോണിൽ നിന്ന്, ഇത് ജോലിക്ക് കയറുമ്പം തന്നെ പറയുന്ന കാര്യങ്ങളാണ്, ജോലിയിൽ നിന്ന് അവർക്ക് ഈ സ്ഥാപനത്തിലേക്ക് ആ സ്ഥാപനത്തിന് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രോഫിറ്റ് അവരുടെ കസ്റ്റമറാണ്. ആ കസ്റ്റമൈസാണ് ആ മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിലിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എങ്ങനെ ഫോർമാറ്റ് ചെയ്താലും ഈ സാധനം എടുത്ത് യൂസ് ചെയ്യാം, മറ്റൊരു കമ്പനിക്ക് ആ ഇതുകൾ ഉപയോഗിക്കാം. കാര്യം ഇവരിവിടെ വന്ന് പണിയും കാര്യങ്ങളും ഒക്കെ പഠിച്ച് 2 വർഷമൊക്കെ നിന്നിട്ട്. പിന്നെ വേറൊരു കുട്ടി ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് 56,000 രൂപയ്ക്ക് കൊടുക്കാറുണ്ടെന്ന്. സോ ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും സംഭവം ഇല്ല എന്നാണ് അറിയുന്നത്. കാര്യം ഈ 56,000 ഒന്നും ആ കുട്ടി ഇതുവരെ ഒരു സാലറി വാങ്ങിയതായിട്ട് അറിയില്ല. പിന്നെ 2 മാസത്തെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് 2ാമത്തെ മാസമാണോ തിരിച്ചറിഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ആ കുട്ടി 1 വർഷത്തോളം അവിടെ ഫോളോ ചെയ്തു പോയി. അതുവരെ ഒരു വിഷയമില്ല, ഈ സ്ഥാപനത്തെപ്പറ്റി ഒരു കംപ്ലൈൻറ്റും ഇല്ല. അവർ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഈ സ്ഥാപനം മോശമാണെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ വെളിയിൽ നിന്ന് പറയുന്നവരെ യൂട്യൂബേഴ്സ് ഒരുപാട് എന്താ പറയുന്നത് കഥകളൊക്കെ പറഞ്ഞിട്ട് ആ സ്ഥാപനം പൂട്ടിക്കണമെന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇവർ ചോദിച്ച പൈസ കൊടുത്തില്ല എന്നുള്ളൊരു കുറ്റത്തിന് വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. ഞാൻ കിക്ക് എന്ന് പറയുന്നൊരു സംഘടനയുടെ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. കിക്ക് എന്ന് പറയുന്ന സംഘടന എറണാകുളം ബേസ് ചെയ്ത് ഒരു സ്ഥാപനത്തിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവിൽ. പൊതുവെ കുറച്ച് യൂട്യൂബേഴ്സ് സംസാരിക്കുന്ന കാര്യമാണ്. അപ്പം അവരെ സംബന്ധിച്ച് ഇവരെ പൂട്ടണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉള്ളത്. എന്താ പറയുന്നത്, ഇതൊക്കെ നല്ല പ്രവൃത്തിയാണോ? അങ്ങനെയെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് പോലുള്ള വലിയ കോപ്പറേറ്റീവ് കമ്പനികൾ, തേയിലയൊക്കെ വിൽക്കുന്ന കോപ്പറേറ്റീവ് കമ്പനികൾ, എന്തുവാ ടാറ്റ ബേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ കോപ്പറേറ്റീവ് കമ്പനികൾ പൂട്ടേണ്ടതിന് പകരം എത്ര പേർക്ക് അവർ ജോലി കൊടുക്കുന്നുണ്ട്? ഒന്നുമില്ല. ഇവർ ജോലിയും കൊടുക്കുന്നുണ്ട്. അവർ 10-50 പേര് അല്ലെങ്കിൽ 10-3000 പേര് അടുത്തവിടെ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാപനം ഇല്ലാതാക്കണം. മാത്രമല്ല
ഇവിടെ ബ്രാൻഡഡ് കമ്പനികൾക്ക് വേണ്ടി ഇത് ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ സെയിൽ ചെയ്യാനുള്ള 100-500 രൂപയ്ക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇല്ലാതാക്കുകയും കൂടെ ചെയ്യുന്നത്. ഒരൊറ്റ കസ്റ്റമറിന് പോലും ഇവരെ പറ്റി പരാതിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പലരെയും ഹെലൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ കീഴിൽ കമൻ്റ് ഉണ്ട്, ഞാൻ കസ്റ്റമറാണ്, എനിക്ക് സത്യം എന്താണെന്ന് അറിയില്ല, എന്നെ ഇതുവരെ അവർ പറ്റിച്ചിട്ടില്ല എന്നാണ് വരുന്നത്. അവിടെ ഈ ഹെലൻ കമൻറ്റും ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് ഹെലൻ കമൻറ്റും ചെയ്തിട്ടുണ്ട്, സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിതാ മനസ്സിലാവാത്തത്, ബാക്കിയുള്ളവരൊക്കെ കുറേ അവിഹിതവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുക, ഒരു അതിനകത്ത് മൊബൈൽ കൊണ്ടുപോകാൻ കയറാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് മൊബൈൽ യൂസ് ചെയ്യുന്നവരുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് അതിനകത്ത്. അപ്പോൾ ഇതുപോലുള്ള നുണക്കഥകൾ എന്തിന് പറഞ്ഞു പരത്തുന്നു എന്നെനിക്കറിയില്ല. പിന്നെ കസ്റ്റമൈസിനെ വേണമെങ്കിൽ വേറെ രീതിയിലൊക്കെ മാറ്റാതെ ഉടായിപ്പ് പരിപാടിയൊക്കെ ഇതാവോ ചെയ്യാം, അവരെ ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് കസ്റ്റമൈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്തിനാണ് ഈ ഒലിവയ്ക്കെതിരെ ഇത്രയും വലിയ അറ്റാക്ക്? അവർ വലിയ മാരകമായ കുറ്റമൊക്കെ ചെയ്ത് 10-25 പേരുടെ സാലറി ബേസ് ചെയ്താണോ ഇത്രത്തോളം മാരകമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. കോടികളുടെ തട്ടിപ്പ് നടത്തിയ അല്ലെങ്കിൽ ലക്ഷങ്ങൾ പിടിച്ചു പറിച്ച റേഷൻ കാർഡ് വരെ എടുക്കണമെന്നൊക്കെ പറയുന്നൊക്കെ ചില ചാനലൊക്കെ പറയുന്ന കേട്ട് എന്ത് ലോജിക്കാണോ? അവർ കൊടുത്ത ശമ്പളത്തിൽ നിന്ന് അവർ വാങ്ങിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പം അവർ ജോലി ചെയ്ത കമ്മീഷനിൽ നിന്ന് ഇത് ചെയ്യുന്നത്. അപ്പോൾ കമ്മീഷൻ ബേസ്ഡാണ്. അപ്പോൾ ഈ സാലറി ബാലൻസ് കൊടുക്കണമെന്ന് പറയുന്നത്, ഇവരുടെ കയ്യിൽ നിന്നാണ് കൈപ്പറ്റിയെന്ന് പറയുന്നത്. ഈ പറയുന്നവർ കൈപ്പറ്റി എന്ന് എന്താണ് ഉറപ്പ്? 10-50 പേരുണ്ടെന്ന് ഇവർ പറയുന്നത്, എനിക്കറിയില്ല. 10-12 പേരെ ഇന്നലെ ലൈവിലും മറ്റുമൊക്കെ കണ്ടു. ഈ 50 പേരുണ്ടെങ്കിൽ 50 പേരും കൂടി ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ഇതുണ്ടാവും, അതിനുള്ള ഇതുണ്ടാവും. പിന്നെ മൊബൈൽ, അതിനൊരു കാലാവധി കഴിഞ്ഞാൽ അവർ തിരിച്ച് കൊടുക്കാമെന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ തന്നെയല്ലേ അവർ ആ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അതിനുശേഷം ഇവർ വന്നില്ല? ഇപ്പം വന്ന് കിടന്ന് ബഹളം വെക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ മൊബൈലുകൾ അവർ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലാവധി കഴിഞ്ഞ് ആ മൊബൈൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള കാലാവധിയിൽ വന്നിട്ടുള്ളവർക്ക് ആ മൊബൈൽ അവർ കൈമാറാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൈമാറാമെന്നും പറഞ്ഞിട്ടുള്ളത്. അതിനെയൊക്കെ വളച്ചൊടിച്ച് മൊബൈൽ മാത്രം കൊടുക്കുന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇനിയിപ്പം ഇതിരുന്ന് നിങ്ങൾ ഈ കോരാകോരം വർത്തമാനം പറയുന്നവരും അല്ലെങ്കിൽ ഇവരുടെ വാഗ്ദാനങ്ങൾ കേട്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എമൗണ്ടിൽ അവർ വീഴുമെന്നൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾ മണ്ടന്മാരാണ്. സത്യം പറഞ്ഞാൽ ഈ കൂടെ പോയി ഇന്ന് അവിടെ നിന്ന് വെല്ലുവിളിക്കുന്നവരും വിളിച്ചു പോകുന്നവരൊക്കെ മണ്ടന്മാരാണ്. ഒന്നാമത് ആ സ്ഥാപനം പൂട്ടാൻ പോകുന്നില്ല. അതിനകത്ത് ഒരുപാട് എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ അന്നത്തിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് 10-50 പേർക്ക് വേണ്ടി അത് പൂട്ടിക്കാൻ ഒരു ഗവൺമെൻറ്റും സമ്മതിക്കില്ല. മാത്രമല്ല അത് അവരുടെ കഷ്ടപ്പാടിലുണ്ടായ ഒരു സ്ഥാപനമാണ്. അവരുടെ കഷ്ടപ്പാടിലും അവർ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരിൽ നിന്നുണ്ടായ സ്ഥാപനമാണ്. അപ്പോൾ അവരുടെ കസ്റ്റമൈസിനെ അവർക്ക് സംരക്ഷിക്കാൻ മൊബൈൽ വാങ്ങിച്ചു വെക്കുന്ന പോളിസിയിൽ ഒരു തെറ്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പല കമ്പനീസും ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇല്ലാന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയത്തില്ല. പിന്നെ ഒലിവിയ മാത്രം എന്തുകൊണ്ട് ഇത്രത്തോളം കുറ്റക്കാരാവുന്നു എന്നുള്ളൊരു കാര്യത്തിൽ വലിയൊരു ഡൗട്ട്സ് ഉണ്ട്. സോ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം സിബിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. നമുക്ക് ഒരു ദിവസം അവിടെ സംസാരിക്കാൻ അവസരവും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളോട് സംസാരിക്കാനൊക്കെ ഉള്ള അവസരം ഇത് തന്നെ. നിങ്ങൾ പറയുന്നവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്നു. എനിക്കറിയാവുന്ന ഒരു കുട്ടിയടക്കം അവിടെ ജോലിയിലും മറ്റുമുണ്ട്. അവർ പറയുന്നത് വെച്ച് പറയുകയാണെങ്കിൽ ഇവിടുന്ന് പോകുന്നവർക്കാണ് വിഷയം. പോയി കഴിയാൻ നേരത്ത് കിട്ടിയിരുന്ന ശമ്പളം പോരെന്നും അല്ലെങ്കിൽ അവരുടെ കമ്മീഷൻ ബേസ് പോരെന്നൊക്കെ തോന്നിയിട്ട് വെറുതെ ഇവിടെ കൊണ്ടാക്കി പോയിട്ട് വെളിയിൽ പോയിട്ട് പിന്നെ അവർ പലരും പല അലിഗേഷനും പറയുന്നുണ്ട് ഒഴികെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് സമ്പൂർണ്ണ സന്തോഷത്തോടാണ് നിൽക്കുന്നത്. അവരെ പിന്നെ ഈ ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ. പെൺകുട്ടികൾ മാത്രമായതുകൊണ്ട് ഈ ഇന്ന സമയം വരെ മറ്റു മൊബൈലുകൾ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അത്രയും പെൺകുട്ടികളുള്ളപ്പോൾ അതിൻ്റെ സുരക്ഷത ഇപ്പോൾ ഈ പെൺകുട്ടികളെയൊക്കെ ഈ പെൺകുട്ടികൾ ഇവരെ പോലെ ഈ വെളിയിലിറങ്ങിയവരെ കണക്കുള്ള പെൺകുട്ടികളല്ലേ അതിനകത്ത് നിൽക്കുന്നത്. അവരെ പറ്റിയൊക്കെ ഇയാളുമായിട്ട് കിടപ്പറ പങ്കിടുന്നു ആ രീതിയിലൊക്കെ പറയുന്ന ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ പെൺകുട്ടികൾക്ക് നാളെ ഇറങ്ങിയിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട്, നാളെ ഇവർ ഇറങ്ങിയിട്ട് ഈ ഇരയാവും, അപ്പോൾ ഇവരെ സംരക്ഷിക്കാരും കാണത്തില്ല എന്ന് പറയുന്ന നിങ്ങളിപ്പം മാമന്മാരും മച്ചാന്മാരും ആവുന്ന ഈ ചാനലുകൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം അതിനകത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടികളെ പറ്റി നിങ്ങൾ ഈ പറയുന്ന അപവാദങ്ങൾ അവർക്ക് ഗുണം ചെയ്യുമോ? ഇത്തരം പാവങ്ങൾക്ക് വേണ്ടി ഒരു ബ്രാൻഡഡ് സ്ഥാപനത്തിന് വേണ്ടി ഒരു പാവങ്ങളുടെ ഒരു സ്ഥാപനമായ ഒലിവിയെ പൂട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നിങ്ങൾ പോകുന്നെങ്കിൽ പോവുക. സോ അത് നിങ്ങൾ സക്സസ് ആവുകയോ ഇല്ലാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക. പക്ഷേ എൻ്റെ സപ്പോർട്ട് ഞാൻ ഒലിവയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇതിലും വലിയ തട്ടിപ്പ് സ്ഥാപനങ്ങളെ ഇവർ സംരക്ഷിച്ച് നിർത്തിയിട്ടാണ്, ഈ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് പോലുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിച്ച് നിർത്തിയിട്ടാണ് ഇതുപോലുള്ള ഒരു ചെറുകിട വ്യവസായം അത്യാവശ്യം പ്രാപ്തിയായി വരുമ്പോൾ
3 ലക്ഷം പേര് ഫോളോ ചെയ്യുന്ന, അവരംഗീകരിക്കുന്ന, അവരെ ഒരു രീതിയിലും കസ്റ്റമറെ പറ്റിക്കാത്ത ഈ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ മോശമായിട്ട് പറയുന്നതെങ്കിൽ തുടർന്നും കൊള്ളുക. അപ്പോൾ അവരെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെങ്കിൽ, അവരുടെ സ്ഥാപനം പൊട്ടിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ, ഹെലനൊക്കെ ഇടുന്ന് പറയുന്നുണ്ട്. ഹെലനൊക്കെ പറയുന്ന കേട്ട് സിബി നിന്നെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്ന കേട്ട്. നീ തീർന്നടാ. എന്തിന് അങ്ങനെ തീരാൻ വേണ്ടി ഹെലൻ എന്തെങ്കിലും പേഴ്സണലായിട്ട് ഇവർ ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഹെലൻ അതിൽ പറയുന്നത് ഹെലനെ റീച്ച് കിട്ടാൻ വേണ്ടി ഹെലൻ്റെ പേര് കറക്റ്റായിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഇത്രത്തോളം ദേഷ്യം വെച്ച് അവരൊക്കെ അവിഹിതമുണ്ട്, അത് അമ്മാടെ പോടെ ഈ പറയുന്ന പെൺകുട്ടികളുടെയൊക്കെ വോയിസും ബാക്കി കാര്യങ്ങളൊക്കെ ഇതേക്കണൊക്കെ പറയുന്നുണ്ട്. അതിപ്പം വെളിയിലിറങ്ങിയ പലരും പറയുന്നുണ്ട്, കിട്ടാത്ത മുന്തിരി കഴിക്കും എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഇല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഇതിനെ ബാധിച്ച ഏതെങ്കിലും ഒരു പെൺകുട്ടി നമ്മളോട്ട് കോൺടാക്ട് ചെയ്ത് ജെന്യൂനായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, സംസാരിക്കാം. എൻ്റെ അറിവിലില്ല കേട്ടോ, എൻ്റെ അറിവിലില്ല. ഇതിനകത്ത് പലരും പോയ ഈ പറയുന്ന ഇതേക്കണക്ക് ആരോപണങ്ങൾ ഉന്നയിച്ചവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവരോട് അർത്ഥത്തിൽ സംസാരിച്ചു എന്നൊക്കെയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അന്ന് തോന്നിയില്ല? എന്തുകൊണ്ട് അന്ന് തോന്നിയില്ല? ഈ യൂട്യൂബേഴ്സ് പറയുമ്പോൾ മാത്രം തോന്നുന്നത് എന്താണെന്ന് ഉള്ള കാര്യം ജനങ്ങൾ വിലയിരുത്തും. നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ അപകടാവസ്ഥ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഇത് ഒലിവയ്ക്കെതിരെ ഇപ്പം കളിച്ചതൊക്കെ ഇടപെടലും പൊളിയുമെന്നാണ് മനസ്സിലാവുന്നത്. കാര്യം അവർക്ക് ഏകദേശം ഇത് ആരുടെ കൊട്ടേഷനാണെന്നും കാര്യങ്ങളും എല്ലാം വെളിയിൽ വന്നിട്ടുണ്ട്. ഇത് ലീഗലായിട്ട് തന്നെ അവർ നേരിടും. അപ്പോഴും നിങ്ങൾ അവിടെ ചെന്ന് പറയണം, ഈ കാര്യങ്ങളൊക്കെ പറയണം, അതിൻ്റെ എവിഡൻസ് നിങ്ങൾ കാണിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സ്ഥാപനത്തിനകത്ത് മൊബൈൽ ഉപയോഗിച്ചുകൂടാന്നൊന്നും പറയുന്നത്, ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ മുക്കും മൂലയിലിരുന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ നുണകൾ പ്രചരിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.